ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി മൊമെന്റ്സ്. ഇന്ന് എന്താണെന്നല്ലേ, ഇന്ന് അടിപൊളി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷുണ്ട്. നിങ്ങൾ തമിഴിൽ കണ്ടു കാണും, ബട്ടർ ചിക്കൻ. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ റെസിപ്പി നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെജിറ്റേറിയൻസ് ആയിരിക്കുന്നവർക്കും നോൺ വെജ് ഉള്ളവർക്ക് രണ്ടു പേർക്കും ഇത് ഉപകാരപ്പെടും. എങ്ങനെയാണെന്ന് പറയട്ടെ, ഇതിൻ്റെ ഗ്രേവിയാണ് ഞാൻ മെയിനായിട്ട് കാണിക്കുന്നത്. ഈ ഗ്രേവിയിൽ നമുക്ക് ചിക്കൻ, തന്തൂരി ചിക്കൻ മുറിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബട്ടർ ചിക്കനായി. ഇനി തന്തൂരി പനീർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പനീർ ബട്ടർ മസാലയായി. അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബട്ടൺ. പിന്നെ ഡെഫിനറ്റ് ആയിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണം. എങ്ങനെ നിങ്ങളുടെ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എന്ത് പറഞ്ഞു എന്നുള്ളത്. ബിക്കോസ് 100% ഗ്യാരണ്ടീഡാണ് ഇത് ഒത്തൻറ്റിക് ഡൽഹി സ്റ്റൈൽ ബട്ടർ ചിക്കൻ ആണ്. അല്ലെങ്കിൽ ഇതിനെ പനീർ ബട്ടർ മസാലയാക്കാം, എന്ത് വേണമെങ്കിലും ആക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഒത്തൻറ്റിക് ടേസ്റ്റാണ്. ആ ഡൽഹി മോത്തി മഹലിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് കേട്ടോ. അപ്പം ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇതേപോലെ റെസിപ്പി ഫോളോ ചെയ്യുക, എന്നിട്ട് അഭിപ്രായം പറയാം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമുക്ക് ഏലക്ക വേണം. ഒരു 5-6 ഏലക്ക ഒന്ന് ചതച്ചെടുത്തതും ജാതിക്കയുടെ പുറത്തെ തൊലി ഉണ്ടല്ലോ, അത് ചെറിയ പീസ് മതി. അത് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. മീൻസ് ഒരുപാട് കരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ നമുക്കൊരു 6-7 അല്ലി വെളുത്തുള്ളി ഇതേപോലെ ചെറുതായിട്ട് മുറുക്കി കൊണ്ടുവരിക. എണ്ണ അതൊന്ന് മുരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇതിട്ട് കൊടുക്കുക. ഒരുപാട് നേരിട്ട് ഇങ്ങനെ റെഡ് ബ്രൗണും ഒന്നും ആക്കരുത് വെളുത്തുള്ളി. ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചമണം പോകുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുക. ഞാനെല്ലാം ലോ ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേഗം ചെയ്തെടുക്കാം. ഞാനൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇട്ടത്. എന്നിട്ട് ഇതേ ഇങ്ങനെ കണ്ടോ, കളറൊന്നും മാറിയിട്ടില്ല, പക്ഷെ അതിൻ്റെ പച്ചമണമൊക്കെ വെളുത്തുള്ളിയുടെ പോയി. 1 കിലോ തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞു കേട്ടോ. എന്നാൽ നമുക്കിത് വഴറ്റിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് ഇങ്ങനെ വേണമെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം, വലിയ കുഴപ്പമൊന്നുമില്ല. റഫായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ആവശ്യത്തിന് ഉപ്പ് എന്ന് വെച്ചാൽ ഒരു 1.5 ടീസ്പൂൺ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിന് വേണ്ടത് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. ഒരു 1.25 to 2 ടീസ്പൂൺ നമുക്ക് ചില്ലി പൗഡർ ഇടാം. കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആയിരിക്കണം, മറ്റേ എരിവുള്ളതല്ല കേട്ടോ. കളറ് കിട്ടാനാണ്. ആ ബട്ടർ ചിക്കൻ ഒരു ഓറഞ്ചിഷ് കളറാണ്. അത് കിട്ടാൻ വേറെ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഇത് മാത്രം മതി കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമ്മളൊരു 15 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ചാറ് വന്ന് ഇത് നല്ല വെന്ത് ഉടഞ്ഞു കിട്ടും. ഇങ്ങനെ ഉടഞ്ഞു കിട്ടും. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക, ആറാൻ വെക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നല്ല പോലെ അടിച്ചെടുക്കുക, പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ ഇതിനകത്തിട്ട് വെളുത്തുള്ളിയും ഏലക്കയും എല്ലാം നല്ല പേസ്റ്റായി കിട്ടും. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം 2-3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇതിന് വേണ്ടത് ബട്ടർ ചിക്കൻ ആണല്ലോ, അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ ഇത്ര ബട്ടർ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇത് മതി ശരിക്കും. ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ കറക്റ്റായിരിക്കും. അതിട്ട് കൊടുത്തോളൂ.
എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് മെൽറ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഉള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇഞ്ചി, വലിയ പീസ് ഒരു ഇഞ്ചി ഞാൻ വളരെ തിൻ സ്ലൈസ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4-5 പച്ചമുളക് ഇങ്ങനെ നടുവേ കീറി അതിനെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പച്ചമുളകിൻ്റെ ഫ്ലേവറും ഇഞ്ചിയുടെ ഫ്ലേവറും ഒക്കെ ഇതിൽ നല്ലപോലെ വരണം കേട്ടോ. അത് കാരണം എരിവുള്ള പച്ചമുളക്, ഭയങ്കര എരിവുള്ള പച്ചമുളകാണെങ്കിൽ മാത്രം കുറച്ചാൽ മതി എണ്ണം, അല്ലെങ്കിൽ ഇത്ര ഇട്ട് കൊടുക്കാം. 4-5 പച്ചമുളക് ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പച്ചമുളക് ഇട്ട് കൊടുക്കുക, ഇഞ്ചി ഇട്ട് കൊടുക്കുക, രണ്ടും കൂടി ഒന്ന് ചെറുതായിട്ട് ആ ബട്ടറിൽ കിടന്നൊന്ന് കുക്കാവണം. ആ മുളകിൻ്റെ എരിവൊക്കെ ആ ബട്ടറിലും എണ്ണയിലും ഇറങ്ങിക്കോളും. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ആ തക്കാളിയുടെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റ് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് അരിച്ചാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അരിക്കാതെ ഒഴിക്കരുത് കേട്ടോ, മറന്നു പോകരുത്. പണ്ട് ആദ്യമൊക്കെ ഞാനിത് ചെയ്യുമ്പോൾ അറിയാണ്ട് അരിക്കാണ്ട് ഒഴിക്കായിരുന്നു. അയ്യോ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ആ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് വേണമെങ്കിൽ നമ്മൾ അവനെ അരിച്ച് തന്നെ ഒഴിക്കണം. ഒരു വലിയ അരിപ്പ് എടുക്കണം, എന്നാലും ഇത് അരിച്ച് പെട്ടെന്ന് കിട്ടുള്ളൂ. ചെറിയ ചായയുടെ അരിപ്പിലൊന്നും അരിക്കരുത്, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഞാനിത് സ്പീഡിലിട്ട് കാണിക്കുകയാണ്, കുറച്ച് സമയം എടുക്കും. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ അരിച്ച് അതിനെന്താ പറയുന്നത്, അതിൻ്റെ ബാക്കി ആ തൊലികളും ഏലക്കായുടെ തൊലിയൊക്കെ മിച്ചം കാണുള്ളൂ. ബാക്കിയെല്ലാം നല്ല പോലെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് മാക്സിമം പിഴിഞ്ഞൊഴിക്കുക. പുറത്ത് പറ്റിയിരിക്കുന്നതൊക്കെ എടുക്കുക, ഒന്നും വേസ്റ്റ് ചെയ്യാനില്ല കേട്ടോ. എന്നുവെച്ചാൽ ഇതിൻ്റെ ഗ്രേവിയാണിത്. നമ്മൾ ഉണ്ടാക്കുന്ന ബട്ടർ ചിക്കൻ്റെ ഗ്രേവിയാണ്, അല്ലെങ്കിൽ ബട്ടർ പനീറിൻ്റെ ഗ്രേവിയാണ്. അപ്പോൾ ഒട്ടും കളയാനില്ല, നമുക്ക് ഒരു തരി വേസ്റ്റ് ചെയ്യാനില്ല. അപ്പം ഞാൻ എല്ലായിടത്തു നിന്നും തുടച്ചെടുത്ത് അതിനെ ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുക്കും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. ഇപ്പോൾ ഒരു വലിയ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തലേ ദിവസം ഈ ഗ്രേവി ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം അതിൻ്റെ അകത്ത് ചിക്കനൊക്കെ ഇട്ടാലും മതി. ഇത് കിടന്നൊന്ന് നല്ല തിളയ്ക്കണം. തിളയ്ക്കുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ ഇത് തെറിക്കാൻ തുടങ്ങും. ആ തെറി വരാതിരിക്കാനായിട്ട് നമ്മൾ കയ്യിലൊക്കെ തെറിക്കും. അപ്പോൾ അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് നല്ല പോലെ അത് ആവട്ടെ. ഇത് കണ്ടോ, തെറിക്കുന്നതുണ്ടോ? അങ്ങനെ അത് ആ ടൊമാറ്റോ നമ്മൾ ഒന്നാമത് വേവിച്ചാ, പക്ഷെ ആ എണ്ണയിൽ കിടന്ന് ആ ബട്ടറിൽ കിടന്ന് ഒന്നുകൂടി കുക്കാവണം. അത് അങ്ങനെ ആയി. അതിൻ്റെ എരിവും ഒക്കെ നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്യണം കേട്ടോ, ഉപ്പൊക്കെ. അപ്പം ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ കുറച്ച് കസൂരി മേത്തി എന്ന് പറഞ്ഞ സാധനമുണ്ട്, എന്താ പറയുന്നത്, ഉലുവയുടെ ഇല, അത് റെഡിയാക്കി അവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 1/2 കപ്പ് ഫ്രഷ് ക്രീം, ഞാനിപ്പോൾ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അത് ഏത് ഫ്രഷ് ക്രീം ആയാലും കുഴപ്പമില്ല, നമുക്ക് 1/2 കപ്പ് ഇട്ട് കൊടുക്കുക. ഈ ക്രീമും കൂടി ഇട്ട് ഒരു 5 മിനിറ്റ് നല്ല പോലെ തിളയ്ക്കണം കേട്ടോ. ഇത് 5-6 മിനിറ്റ് തിളയ്ക്കണം. രണ്ടും കൂടി ക്രീമും പിന്നെ ഉപ്പ് പോരാൻ തോന്നുകയാണ്, ഉപ്പിട്ട് കൊടുക്കണം. ഈ സമയത്ത് ടേസ്റ്റിംഗ് എല്ലാം ചെയ്യണം. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഹണി ഒഴിക്കാം. ഹണി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തേൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ഒരു ശകലം ഇട്ട് കൊടുക്കാം. റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഒരു ചെറിയ മധുരം കാണും. ബിക്കോസ് ആ ടൊമാറ്റോയുടെ പുളിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരുപാട് പഞ്ചസാര ഇട്ട് കൊളാക്കരുത്, കുറച്ചിടണം. പിന്നെ അത് കഴിഞ്ഞാൽ അതും ഇട്ടിട്ട് ലാസ്റ്റ് നമ്മളിത് ഈ വറുത്ത് വെച്ചിരിക്കുന്ന
നമ്മുടെ മേത്തി ലീവ്സ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുക. ഉലുവയില നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും. അതൊന്ന് ചെറുതായിട്ട് ലൈറ്റായിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് വേണം ഇങ്ങനെ കൈയുടെ പാമ്പിൽ വെച്ചിട്ട് അങ്ങ് ക്രഷ് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതും കൂടി ഇടുമ്പോഴാണ് ആ ഗ്രേവി എൻ്റെ മോനെ സഹിക്കാൻ പറ്റില്ല, അത്ര ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. ഇതാണ് ബേസിക് എൻ്റെ ഗ്രേവി. ഇതിനകത്ത് ഇനിയും ഞാൻ തന്തൂരി ചിക്കൻ വാങ്ങിക്കുകയായിരുന്നു ചെയ്ത്, എൻ്റെ കയ്യിൽ ഉണ്ടാക്കാനുള്ള ടൈം ഇല്ലായിരുന്നു. തന്തൂരി ചിക്കൻ ഞാൻ ഉണ്ടാക്കുന്ന വേറെ ദിവസം കാണിച്ചു തരാം. തന്തൂരി ചിക്കൻ വാങ്ങിച്ചിട്ട് ഒരു ഹാഫ് തന്തൂരി ചിക്കൻ വാങ്ങിച്ചിട്ട് ഇതിൻ്റെ അകത്ത് പിച്ചിട്ട് ബോൺ ഇവിടെ ആർക്കും ഇഷ്ടമല്ല, ബോൺലെസ് ആണ് ഇഷ്ടം. അപ്പം അതിൽ നിന്ന് പിച്ചിട്ട് ഇതിൻ്റെ അകത്തിട്ട് തിളപ്പിച്ച് അങ്ങനെ എടുത്തു. ഇനി അതെല്ലാം നമുക്ക് വെജിറ്റേറിയൻസ് ആണെങ്കിൽ തന്തൂരി പനീർ നമുക്ക് ഇതിനകത്തിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞാൽ നല്ല പനീർ ബട്ടർ മസാലയാവട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്ന തന്തൂരി ചിക്കൻ ഒരു ഹാഫ് വാങ്ങിച്ചിട്ട് ഇട്ടു. പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതുണ്ടോ, 1 ടീസ്പൂൺ പഞ്ചസാര ആട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. എൻ്റെ കയ്യിൽ ഹണി ഇല്ലായിരുന്നു, ഇപ്പം പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഹണി ഇട്ടാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇനി ഹണി ഇല്ലാത്തവർ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പഞ്ചസാര ഇട്ടാലും മതി. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത്. ഞാൻ പിന്നെയും ഭയങ്കര ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന്. പക്ഷെ ഇത് കഴിച്ച് നോക്കിയവരുണ്ടല്ലോ, ഇത് പിന്നെയും ഉണ്ടാക്കാൻ നിങ്ങളുടെ അടുത്ത് പറയും, അത്ര ടേസ്റ്റാ. ഇത് വൈറ്റ് റൈസിൻ്റെ കൂടെയോ ജീരാ പുലാവിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നാൻ്റെ കൂടെയോ റോട്ടിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം കേട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് എങ്ങനെയുണ്ടോ എന്നറിയാനായിട്ട്. അപ്പം എനിക്കതെല്ലാം നല്ല പാകമായിട്ട് തോന്നി. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. കണ്ടോ ആ കളറ്, നല്ല ഓറഞ്ച് കളറ്, ഒരു കളറും ചേർത്തിട്ടില്ല. ആ കളറ് ചേർക്കാണ്ട് തന്നെ ആ ടൊമാറ്റോ വഴറ്റുമ്പോഴാണ് നമ്മുടെ കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നത്. അത്ര ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് തന്തൂരി ചിക്കൻ ഇട്ട് 5 മിനിറ്റ് വേവിച്ച് ഇങ്ങനെ ആയിട്ടുണ്ട്. അടിപൊളിയല്ലേ, എന്താ ടേസ്റ്റ് എന്നറിയാമോ. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി മൂമെൻറ്റ്സ്. അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ബൈ ബൈ, സീ യു.